ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നേക്ക് 10 ദിവസം കഴിഞ്ഞു. എന്നിട്ടും നമ്മുടെ അർജുനെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഒരു നോവായി മാറുകയാണ് അർജുൻ. നമ്മുടെ സഹോദരൻ എവിടെ പോയി എന്താണെന്നൊന്നും അറിയാതെ ഇപ്പോൾ ഒരു നോവായി മാറുകയാണ്. ഒരുപാട് സങ്കടമുണ്ട്. ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷ എല്ലാം ആ കുടുംബം പറയുന്നത് കേട്ടു. അവനായിരുന്നു എല്ലാം, ഞങ്ങളുടെ എല്ലാം അവനായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ ഈ ഒരു ഇതിൽ ജോലിയിലോട്ട് ഇറങ്ങിയതാണ് എന്നൊക്കെ പറയുന്നത് കേട്ടു. ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. നമ്മുടെ സഹോദരനെക്കുറിച്ച് ഒന്നും ഒരു വിവരവും ലഭിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ ദുആയും പ്രാർത്ഥനയും എല്ലാം ഉണ്ട്. ഒരു തുമ്പ് പോലും ആ ലോറിയെയോ അതുപോലെ തന്നെ ആ സഹോദരനെ, അർജുൻ എന്ന സഹോദരനെയോ ലഭിച്ചിട്ടില്ല എന്നോ ഈ ദുഃഖകരമായ വാർത്ത കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. ഓരോ പുലരിയും കഴിയുമ്പോഴും ആദ്യം നോക്കുന്നത് അർജുൻ എന്ന സഹോദരനെ കിട്ടിയോ ഇല്ലയോ എന്നാണ്. അപ്പോൾ അർജുനെ കുറിച്ച് ഒരു നിർണായക വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. കേട്ടിട്ട് നമുക്ക് വീഡിയോയിലോട്ട് തിരിച്ചു വരാം. ഒന്ന് കേട്ട് നോക്കൂ. നമസ്കാരം സാർ, എൻ്റെ പേര് അക്ബർ ഷാ. ഞാൻ കായംകുളം സ്വദേശിയാണ്. ഞാൻ ഒരു ഡ്രൈവറാണ്. ഞാൻ എല്ലാ വാഹനവും ഓടിക്കും. ഞാൻ മണ്ണ് ടിപ്പർ അങ്ങനെയുള്ള വാഹനങ്ങളും ഓടിക്കുന്ന ആളാണ്. മലയിൽ വണ്ടി കയറ്റുന്ന ആളാണ്. മണ്ണിൽ പണിയെടുത്തിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഞാൻ കണ്ടെയ്നറാണ് ഓടിക്കുന്നത്. സാർ, എൻ്റെ ഒരു ഗസ്സിങ് ആണ്. അങ്കോളയിൽ ഉണ്ടായ ആ അപകടത്തിൽ അർജുൻ എന്ന ചെറുപ്പക്കാരൻ ആ മലയോട് ചേർത്താവണം ആ വാഹനം പാർക്ക് ചെയ്തിരുന്നത്. വാഹനത്തിന് നല്ല വെയിറ്റ്, ഒരു 28-30 ടണ്ണിൽ മേലെ ഭാരമുള്ള ആ വാഹനം മലയോട് ചേർത്ത് പാർക്ക് ചെയ്തിരുന്നു. ആ മണ്ണിടിച്ചിൽ മേളിൽ നിന്നുണ്ടായ സമയത്ത് റോഡിന്റെ ഭാഗത്തോട്ട് മണ്ണ് വീണു. മലയോട് ചേർന്ന് തന്നെ വാഹനം കിടപ്പുണ്ട്. അർജുൻ ഉറക്കമായത് കാരണം ഒന്നും അറിഞ്ഞില്ല. ആ റോഡിലോട്ട് മണ്ണ് വീണു. മലയിലോട്ട് ആ മല നിന്ന ഭാഗത്തോട്ട് വെള്ളം താഴോട്ടിറങ്ങി ചരിവുണ്ടായി. വെള്ളം വീണ് നല്ല വഴുക്കലുണ്ടാവും. നല്ല കട്ടിങ്ങും ഗ്രാവലും ഒക്കെ നല്ല വഴുക്കലുണ്ടാവും. അപ്പം വീണ്ടും മണ്ണ് മുകളിൽ നിന്ന് ഇടിഞ്ഞു വീണ സമയത്ത് വഴുക്കലുണ്ടായിട്ട് മണ്ണ് റോഡിലോട്ട് വീണിട്ട് തെള്ളി വാഹനം ഉള്ളിലോട്ട് തള്ളി, മല നിന്ന ഭാഗത്തോട്ട് തെള്ളി ഞെരുങ്ങി പോയിട്ടുണ്ടാവണം. ആ GPS ലൊക്കേഷൻ കാണിച്ച അതേ ഭാഗത്ത് തന്നെ, വണ്ടി പാർക്ക് ചെയ്തിരുന്ന അതേ ഭാഗത്ത് നിന്ന് മല നിന്ന ഭാഗത്തോട്ട് ഉള്ളിലോട്ട് കയറി വേണം നോക്കാൻ. അവിടെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അവിടെ വാഹനമുണ്ടാവും. കാരണം ആ ചരിവുണ്ടായത് കാരണം, മലയിടിഞ്ഞ് ചരിവുണ്ടായത് കാരണം വണ്ടി തെള്ളി ഉള്ളിലോട്ട് പോയി. അവിടെ ഒരു ചതിപ്പ് പോലെ ആയിട്ടുണ്ട്. ആ ചതിപ്പ് പോലെ ആയത് കാരണം ചരിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലെ വീല് ചരിഞ്ഞ് തെള്ളി നിരങ്ങി ഉള്ളിലോട്ട് പോയി. ആ വണ്ടി ആ മണ്ണ് ലൂസായത് കാരണം. ആ വണ്ടി പുഴയിലോട്ട് തെള്ളി വീണെങ്കിൽ ഒരിക്കലും വാഹനം സ്റ്റാർട്ട് ആവുകയില്ല. ആ വണ്ടി ആ ഭാഗത്ത് കിടക്കുന്നത് കൊണ്ടായിരുന്നു വാഹനം സ്റ്റാർട്ടായത്. വണ്ടി മഴ പെയ്തിട്ട് എയർ സർക്കുലേഷൻ, അങ്ങോട്ട് വെള്ളം ഇറങ്ങിയിട്ട് എയർ സർക്കുലേഷൻ കിട്ടിയത് കൊണ്ടാണ് വാഹനം സ്റ്റാർട്ടായത്. ആ പുഴയിലോട്ട് തെള്ളി വീണെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവില്ല. പുഴയിലോട്ട് വീണിരിക്കുന്ന മണ്ണിന്റെ ഇടഭാഗത്തും വണ്ടി ഉണ്ടെങ്കിലും ഒരിക്കലും വണ്ടി സ്റ്റാർട്ടാവില്ല. അവിടെ ഒരിക്കലും എയർ സർക്കുലേഷൻ. ഇദ്ദേഹം പറയുന്നത് 100% ശരിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. അദ്ദേഹത്തിന് അത്രയും ഉറപ്പായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അർജുൻ എത്രയും പെട്ടെന്ന് ജീവനോടെ തന്നെ തിരിച്ചു വരട്ടെ എന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. 10 ദിവസം പിന്നിട്ടിട്ടും അർജുനെക്കുറിച്ച് ഒരു തുമ്പ് പോലും ലഭിച്ചിട്ടില്ല. ഡെയിലി ന്യൂസ് കാണുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ബാഡ് കമൻസും ഞാൻ കണ്ടു. അത് ഞാനിങ്ങനെ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ ബാഡ് കമൻസാണ്. അവരെ ഒന്ന് വെറുതെ വിടും. എന്തിനാണ് ചുമ്മാ ഇങ്ങനെ ബാഡ് കമൻസ് ഇട്ടിട്ട് അവരെ വേദനിപ്പിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ കമൻസുകൾ കാണുന്ന സമയത്ത്. ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. ഞാൻ ആ ബാഡ് കമൻസ് ഒന്ന് വായിച്ചു തരാം കേട്ടോ. ആ കമൻസ് കുറച്ച് വായിക്കാം. എന്ത് വീട്ടുകാരാണ് ഇത്? ഒരു ഫീലിങ്ങും ഇല്ലേ? സ്വന്തം രക്തബന്ധമാണ് ആ മണ്ണിനിടയിൽ കിടക്കുന്നത്. എന്താ അല്ലേ?
പെങ്ങൾക്ക് വിഷമം സഹിക്കാനേ വയ്യ. ഇന്നലെ ഒരു ന്യൂസ് ചാനൽ ഫോണിലൂടെ ചിരിച്ച് വർത്താനം പറയുന്നു എന്ന്. പിന്നെയാണെങ്കിൽ ഇവൾക്കൊരു സങ്കടമില്ല, പാവം ആ മോള് കുഞ്ഞു സങ്കടം അടക്കി പിടിച്ചിരിക്കുന്നു, ഈശ്വരൻ അവനെ രക്ഷിക്കട്ടെ. പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നു, കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ല പോലും, സ്വന്തം കാര്യം മാത്രം. അവർ ചിരിച്ച് കളിക്കുന്നത് കണ്ടാൽ അറിയില്ലേ ഫുൾ ഹാപ്പി ആണെന്ന്. ഫീലിംഗ് പുച്ഛം ടു ദിസ് കൈൻഡ് ഓഫ് പീപ്പിൾസ്. എന്താ അവർക്ക് സങ്കടമൊന്നുമില്ലാത്ത? ഇങ്ങനെയൊക്കെയാണ് കമൻസ് വന്നിരിക്കുന്നത്. അവരുടെ സങ്കടം അവർക്കല്ലേ അറിയൂ, അവരത് പുറത്ത് കാണിക്കുന്നുണ്ടായില്ല. ഇന്നലെ ഞാനിത് ഈ ഒരു ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ബാഡ് കമൻസ് ഇടുന്നതിനെ കുറിച്ച്. എന്തിനാണ് ഇങ്ങനെ ബാഡ് കമൻസ് ഇട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഈ ബാഡ് കമൻസ് ഇടുമ്പോൾ എന്ത് മനസ്സുഖമാണ് ലഭിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അവരുടെ വിഷമം അവർക്ക് മാത്രമേ അറിയുള്ളൂ, അവരത് പുറത്ത് കാണിക്കുന്നുണ്ടായില്ല, അവരുള്ളിൽ കരയായിരിക്കും. 1-2 ന്യൂസ് ചാനലിലൊക്കെ ആ അർജുൻ്റെ വൈഫ് കരയുന്നത് ഞാൻ കണ്ടു. നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് സങ്കടമുണ്ട്. പിന്നെ ഇത്രയും നാളായാലും അവരതെല്ലാം അടക്കി പിടിച്ചിരിക്കുമായിരിക്കും, അവരുടെ ആ സങ്കടം എല്ലാം പുറത്ത് കാണിക്കാതെ അവർ അടക്കി പിടിച്ചിരിക്കുമായിരിക്കും. എല്ലാവരുടെയും എല്ലാ സമയത്തും ഇങ്ങനെ കരഞ്ഞു പിഴിഞ്ഞ് ഇങ്ങനെ ഒരു ഡ്രാമ പോലെ കാണിക്കണം എന്നാണ് ഈ കമൻസ് ഇടുന്നവരൊക്കെ ഉദ്ദേശിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇത് കുറച്ച് ഓവറാണ്. നിങ്ങൾ ഇങ്ങനെയൊന്നും കമൻസ് ഇട്ട് ആ കുടുംബത്തെ അധിക്ഷേപിക്കരുത്, സങ്കടപ്പെടുത്തരുത്. അവർക്ക് താങ്ങും തണലുമായിട്ടാണ് നമ്മൾ നിൽക്കേണ്ടത്. ഇങ്ങനെയുള്ളതൊന്നും നിങ്ങൾ പറയരുത്. അവർക്ക് അർജുനെ കാണാത്തതിനേക്കാളും സങ്കടമായിരിക്കും ഇങ്ങനെ അവരെ കുത്തി നോവിക്കുമ്പോഴുള്ള അവൻ്റെ ആ ഒരു വിഷമം. നിങ്ങളിങ്ങനെ ഇതൊക്കെ നിർത്തൂ, ഇനിയും നിങ്ങൾക്ക് മതിയായില്ല. ഞാൻ വീണ്ടും പറഞ്ഞു, കഴിഞ്ഞ വീഡിയോകളിലും ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞത്. ഇതുപോലെ ഇതിനേക്കാളും അപ്പുറമായിട്ട് കുറേ കമൻസുകൾ കണ്ടു. ഇത് പിന്നെയും തീർന്നിട്ടില്ല, വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കമൻസുകൾ പറയുന്നവർക്കൊന്നും വേറെ ജോലി, ആ സമയം കൂടി നിങ്ങൾക്ക് ഒരു കുറച്ചു നേരം പ്രാർത്ഥിച്ചുകൂടെ? നമ്മുടെ സഹോദരന് വേണ്ടി കുറച്ചു നേരം പ്രാർത്ഥിച്ചുകൂടെ? നിങ്ങളൊക്കെ എന്താണ് ഇങ്ങനെയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സഹോദരന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. അത്രമാത്രം എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. നമ്മൾ അക്ഷമയോടുകൂടി കാത്തിരിക്കുക, നമ്മുടെ സഹോദരനെ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയൊന്നും എനിക്ക് പറയാനില്ല. ഇത് നമ്മൾ പറഞ്ഞിരുന്നിട്ടും യാതൊരു കാര്യമില്ല. ഇവർ ഈ കമൻസുകൾ കൊണ്ട് ഈ ഒരു കമൻസ് വന്നുകൊണ്ടേയിരിക്കണം, ഇങ്ങനെയുള്ള ബാഡ് കമൻസ്. അവരെ വെറുതെ വിടൂ, ഇനിയെങ്കിലും അവരെ വെറുതെ വിടൂ. ഈ ഒരു ഇങ്ങനെയുള്ള കമൻസ് ഇട്ടിട്ട് അവരെ ദ്രോഹിക്കരുത് പ്ലീസ്, ഇനിയെങ്കിലും അവരെ വെറുതെ വിടൂ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. നമ്മുടെ സഹോദരന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. ഇത്രയുള്ള എൻ്റെ വീഡിയോ. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.